ഈ ചലച്ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇവർ എന്നും നമ്മുടെ സ്മൃതിപഥത്തിൽ മായാതെ നിൽക്കും. അധികം സുഖം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വെച്ചേക്കും മുതിരും എല്ലാ ഘടകങ്ങളും തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് തന്നെ ഒരു വലിയ വഴിത്തിരിവാണ്. ഇതിൻ്റെ ഒരു ഗംഭീര വിജയം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ പണ്ട് മുതലുള്ള പല സിനിമകളും ഈ മികവോടുകൂടി പുതിയ തലമുറ നമുക്ക് വീണ്ടും കാണാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു സിനിമ, പ്രത്യേകിച്ച് ഭദ്രൻ സാറിനോടൊപ്പം ആ ഒരു തിയേറ്ററിൽ ആ ഒരു റൈറ്റ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ആ ഒരു സിനിമയോടൊപ്പം കഥാപാത്രത്തോടൊപ്പം നമ്മളും സഞ്ചരിക്കുന്നു. എല്ലാ ഷോർട്ടുകളും അറിയാമെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറയും. ലാലേട്ടൻ്റെ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് ആവേശം കയറും. ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഈ സിനിമയുടെ പല ഭാഗങ്ങളും പുതിയ ചിത്രീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, സോറി, ഈ പല ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ സീനുകളൊന്നുമല്ല. സീനുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഈ ടേപ്പിന് അളന്നു കുറിച്ച പോലത്തെ സ്ക്രിപ്റ്റിനകത്ത് പുതിയ സീനുകളൊന്നും കടന്നു വരില്ല. ചില ഷോട്ടുകൾ അന്ന് നമ്മൾ പക്ഷേ ആ കാലഘട്ടത്തിൽ എനിക്ക് എടുക്കാൻ പറ്റാതെ പോയത്. ഓക്കെ, അന്ന് ചില സാങ്കേതിക തടസ്സങ്ങൾ, ക്യാമറ കൊണ്ട് നമുക്ക് പോകാവുന്ന ഒത്തിരി സാങ്കേതിക റെസ്ട്രിക്ഷൻസിലാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ലോറിക്കടിയിലെ ഷോട്ടുകളൊക്കെ ഇന്ന് വളരെ ഇങ്ങനെ എടുക്കാം. അന്ന് ലോറി വെട്ടിപ്പൊളിച്ച് അതൊക്കെ പ്രത്യേക ക്ലാമ്പുകളൊക്കെ ഉണ്ടാക്കി ഒന്നും പറയണ്ട, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ഇന്ന് അങ്ങനത്തെ പല ഷോട്ടുകളും വളരെ ഈസിയായി വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ടെക്നോളജി നടക്കുകയാണ്. അപ്പോൾ അത് അന്ന് നമുക്ക് ചെയ്യാമായിരുന്ന പലതും ഈ ഒരു സാങ്കേതിക മികവ് അന്നില്ലാത്തത് കൊണ്ട് പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഈ ലോറിയുടെ ഫോഴ്സ്. അപ്പം നമ്മുടെ ലോക്കൽ ഇൻസ്പെക്ടറുടെ ഫോഴ്സ് ഇന്ന് നമ്മൾ പലപ്പോഴും പണ്ട് കണ്ടിരിക്കുന്നത് ബുള്ളറ്റ്, മോട്ടോർ ബൈക്ക്, ഒരു ബൈക്കാണ്. ഭാരതമായുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ലോറിയാണ്. അപ്പം ലോറിയിലെ അതിൻ്റെ എൻറ്റയർ ഫോഴ്സിലേക്ക് നമുക്ക് ആ സമയത്ത് പല സ്ഥലങ്ങളും കാണിക്കാൻ പറ്റിയത്. ഇന്നത് കുറച്ചുകൂടി നാടോട് ചെയ്തു, കുറച്ചുകൂടി ഒരു ഫോഴ്സ് ഉണ്ടാക്കി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം എല്ലാ ചെറുപ്പക്കാരും പങ്കുകൊള്ളണം. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് പങ്കുകൊണ്ട് ഇതിൻ്റെ സമ്മാനം വാങ്ങുക എന്നുള്ളതിനേക്കാൾ ഉപരി ആസ് എ ഫിലിം ഇതൊന്ന് കാണുക. ഹൃദയത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ അവർ പറയാം ഞങ്ങളിത് ടെലിവിഷനിൽ കണ്ടു, സിനിമ തിയേറ്ററുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും ശരി, അവർക്ക് വേണ്ടി അവർ ആവശ്യപ്പെട്ടിട്ട് ഞാൻ സിനിമ ഉണ്ടാക്കിയത്. അങ്ങനെ എനിക്കൊരു ഭൂതോദയം ഉണ്ടായി. എന്താ ഒരു സിനിമ ഇരിക്കുകയല്ലേ, അത്യാവശ്യം പലതൊന്നും ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇതൊന്നും ചെയ്യാനേക്കാം. അങ്ങനല്ല, ഇത് അവർക്ക് വേണ്ടിയുണ്ട്. പിന്നെ അത് ഇതിന് സമ്മാനമാണ് അർഹനാകുന്ന ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റും റേബാൻ ഗ്ലാസും സുഗന്ധ ഷർട്ടും മോഹൻലാൽ നിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലയും വിട്ടു.